ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലെ കഴിഞ്ഞ ദിവസം എല്ലാവരും നമ്മളെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അതായത് പട്ടാമ്പി നേർച്ചയായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച. അതിൻ്റെ തലേ ദിവസം ജാസ്മിൻകുട്ടിയും അതുപോലെ സുലും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസത്തെ ഒരു ഈവനിങ്ങിലെ ഒരു നൈറ്റിലെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ ഇതാ ഇന്ന് ഈവനിങ് എല്ലാവരും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാവരും പറഞ്ഞാൽ സുലും ഫാമിലി വരും, അതുപോലെ ജാസ്മിൻകുട്ടി ഫാമിലി വരും. നെജിത്തെ വരും ഇല്ല എന്നുള്ളത് ഉറപ്പായിട്ടില്ല. അവൾ ചിലപ്പോൾ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ രാവിലെയൊക്കെ വരുന്നുണ്ടാവുക. അപ്പോൾ എന്നാലും നമ്മളെ നേർച്ചയുടെ തലേ ദിവസമാണെന്ന്. അപ്പം നമ്മൾ വൈകുന്നേരത്തിന് നല്ല ബീഫൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ വാപ്പിയമ്മയുടെ ബീഫൊക്കെ ഒന്ന് വേവിച്ച് വെക്കുകയാണ് നാളത്തേക്കുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് കുറച്ച് പഴംപൊരി ഉണ്ടാക്കും. കുറേ ദിവസമായിരുന്നു പഴംപൊരി കഴിക്കണമെന്ന്. അപ്പോൾ എന്നാലും ഇന്ന് ഈവനിങ് നമുക്ക് കുറച്ച് പഴംപൊരി ഉണ്ടാക്കട്ടെ എല്ലാവരും വരുന്നതിന് മുന്നേ. എന്താ ഇവിടെ അച്ചിമവളം കേട്ടത്? എന്താ ഇവിടുത്തെ അലർച്ച? ഷാരന്റെ വന്നാ? ഷാരന്റെ മമ്മ വന്നിട്ടില്ല. മമ്മ നാളെ വരാ? മമ്മ നാളെ വരത്തില്ല. അപ്പൊ ഷാരന്റെ വന്നിരുന്നു. മഷുപ്പോരും കുപ്പായം എടുത്ത് മര്യാദ ബീഫ് ഉണ്ടാക്കാനാണേ. ഞാൻ പഴംപൊരി വാപ്പ മുളക് വെച്ചിട്ടുണ്ടാക്കുന്നത്. നോമ്പറപ്പിക്കണല്ലേ. ഇങ്ങനെ വാ ചായ കുടിക്കാനേ. നാളെ മച്ചു ടീമിൽ ഇറങ്ങും ഗൈസ്. ആ സീനൊന്നും കാണാൻ ഇപ്പൊ എടുക്ക വരണ്ട്. ശങ്കരമംഗലം എന്താ ടീമിന്റെ പേര്? ഓ മൈ ഗോഡ്, ഹിറ്റ്ലേഴ്സിന്റെ ആളാണ്ടായിരിക്കണം. നമുക്ക് വീഡിയോ കഴിച്ചോ? ബീഫ് റെഡിയായി. കുട്ടപ്പനായോ? ഇന്ന് തൊടാൻ നല്ലത്, നാളെ തൊടാനുള്ളതാ. ഈ കളി കൊറേ കാലത്തിന് ശേഷം ഇപ്പൊ പുനർജനിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഉമ്മരുന്ന് കളിക്കാൻ പാടില്ലെന്നൊക്കെ പറയട്ടെ ഗൈസ്. തമാശ കളിക്കാൻ കുട്ടികൾക്ക് ഒരു രസം. മഷപ്പ് മമ്മരോട് നല്ല പഠിച്ചിക്കണേ. ഷാസുക്ക് അറിയില്ല. അതിന്റെ കണ്ടത്ര സിമ്പിൾ അല്ല മനസ്സിലായില്ലേ? ഇവർക്ക് തന്നോ വലിയ കാര്യം. നമ്മള് പണ്ട് കളിച്ചതല്ലേ ഇതൊക്കെ. ഞങ്ങൾ ഇവിടെ സുലുവിനെ കാത്തിരുന്ന് പോസ്റ്റായിട്ട് കുറെ നേരം കഴിച്ചു. ഇതുപോലെ വന്നിട്ട് 8:30 മണി. ആരുടെ മതിലല്ലേ പരിപാടി തുടങ്ങി. നാളെ മുതലോട് 4 ക്യാമറ ക്യാമറ കൂടി ഉണ്ടാവട്ടെ. പരിപാടി ഇല്ലേ ഗൈസ്? പോയി വെറുതെ പോയിട്ട് വരാൻ കൂടെ. ഇങ്ങളൊക്കെ നല്ല ഉസാറില്ലേ. പിന്നെ ഗൈസ്
എന്നെ ഇങ്ങനെ കൊണ്ടുപോകാൻ ഞങ്ങൾ എത്ര നേരം ഇവിടെ കാത്തിട്ട് ഞങ്ങൾക്ക് ഉറക്കം വന്നു. ഞങ്ങൾ വേഗം വന്നു നാലാം മാറിയനെ. അപ്പൊ പഴംപരയൊക്കെ തണുത്തു പോയി. അത് ചൂടായി കഴിച്ചു. വീടിന്റെ തിരല് കെട്ടിപ്പിടിക്കാൻ പറ്റില്ല നല്ല തിരക്ക്. നമുക്ക് നേരത്തെ കാഴ്ചകൾ കിടപ്പുണ്ടേ. ഞങ്ങളിതാ വെറുതെ ഒന്ന് പുറത്ത് പോവാണ് കേട്ടോ. പുറത്തല്ല, നമ്മുടെ വീടിന്റെ ഈ വഴിന്റെ ഇവിടെ റോഡിൽ തന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടാച്ചിട്ട് പാട്ടും ഡാൻസും ഒക്കെ അല്ലെന്നു. അപ്പൊ ഞങ്ങൾ വെറുതെ ഒന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം, എന്നിട്ട് ഫുഡ് കഴിക്കാം. ഇന്നൂസിന് ഒന്നും കൊടുത്തിട്ടില്ല, അവള് നേരത്തെ വരാത്തോണ്ട്. പഴംപൊരി രതീഷ് ആരെങ്കിലും തന്നോളൂ, തന്നിട്ടില്ല. ഇനി അവള് തിരിച്ചു വന്നിട്ട് നമ്മൾ പഴംപൊരി ബീഫും കൊടുക്കും. അതാണ് ആരോടും പറയണ്ട കേട്ടോ, എനിക്ക് മാത്രമേ. ആരോടും പറയണ്ടല്ലേ, ആർക്കും എനക്ക് കിട്ടൂല. അത് ഒപ്പന കഴിഞ്ഞു ഗൈസ്. പൊട്ടൽ അത് അവിടെ ഉണ്ടല്ലോ, ഇങ്ങനെ വാ. ഹായ്, എവിടെ നിന്റെ ഉത്ഭവ കേന്ദ്രമാവോ? പടക്കൊക്കെ ഗൈസ്. ഇത് മരല്ലാത്ത ഒരു മരല്ലാത്ത സ്ഥലം. ആ ഇവിടെ ഓ ഇത് എവിടുന്ന കാണാം, നമുക്ക് പുറത്തിറങ്ങിയാലും കാണാം. അത്രേ ഉള്ളൂ. 1/2 കിലോ. അവൾക്ക് പിന്നെ ചോപ്പാണേലും കറുപ്പാണേലും അലുവൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു പൂ ചോദിച്ചപ്പോ ഒരു പൂക്കെല്ലാം തന്നോ. ഞങ്ങളുടെ വീട്ടിലേക്ക് ഇവിടെ കുറെ നടക്കാനുണ്ട്. അതുകൊണ്ട് ഞങ്ങള് സോഡ സർബത്ത് കുത്തി ക്ഷീണൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഇതൊക്കെ ഇഷ്ടം. അപ്പൊ നേർച്ച നടക്കുന്ന വീടല്ലേ, ആരെങ്കിലും ഒരാൾ ഇഷ്ടമുള്ളതുണ്ടല്ലോ എന്ന് വിചാരിച്ചു. കറുത്തലുവ, ചോത്തലുവ, ജിലേബി, മുറുപ്പൊരി മേടിച്ചു. ഇന്ന് സാമ്പിൾ ബീഫ് കറി മാത്രമുണ്ട് ഗൈസ്. നമ്മൾ കാലിക്കറി പോലെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നജിത്താക്ക് ഇന്ന് വരാൻ പറ്റിയിട്ടില്ല, അതുപോലെ ഷാഹിത്യം വന്നിട്ടില്ല. രണ്ടുപേരും നാളെ രാവിലെ വരും. അപ്പോൾ നാളെ എല്ലാവരും കൂടിയുള്ള നേർച്ച ദിവസത്തെ വിശേഷങ്ങളുടെ വീഡിയോ അടുത്ത് തന്നെ ഇടാം കേട്ടോ. അപ്പോൾ എന്തായാലും രാത്രി ഒരു സ്കിൻ കെയർ മസ്റ്റ് ആണല്ലോ, രാത്രിയാണെങ്കിലും രാവിലെ ആണെങ്കിലും സ്കിൻ കെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഈ ഇപ്പോൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്സ് എൻ്റെ സ്കിന്നിനും എൻ്റെ സ്കിന്നിൻ്റെ പ്രോബ്ലംസിനും ഉള്ള പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. ഒരുവിധം എല്ലാ സ്കിൻ പ്രോബ്ലംസിനുള്ളതും പ്രൊഡക്ട്സുകൾ ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ അതിലത്തെ ഏറ്റവും നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്ന ഏതാണെന്ന് നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് മനസ്സിലാക്കേണ്ടതാണ് കേട്ടോ. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ ആദ്യം വേണ്ടത് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യാണ് കേട്ടോ, ഒന്ന് ക്ലെൻസ് ചെയ്യുക. ഞാൻ ഇന്ന് മേക്കപ്പ് കൂടി ചെയ്തുകൊണ്ട് ഡബിൾ ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മുഖം നന്നായിട്ട് ഉണക്കിയതിന് ശേഷം
ഒരു ടോണർ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇന്നിവിടെ ഒരു പ്ലമ്മിൻ്റെ ടോണറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ടൈപ്പ്, സ്കിന്നിൻ്റെ പ്രോബ്ലം ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മളുടെ പ്രൊഡക്ട്സ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട്. അത് കുറേ എണ്ണം യൂസ് ചെയ്യുമ്പോൾ തന്നെയാണ് ലാസ്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ ടോണർ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് ഞാൻ സ്നെയിൽ മ്യൂസിൻ, ഇപ്പോൾ ഈ കോസ്റെക്സിൻ്റെ ഇത് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം ആ ഒരു സ്നെയിൽ മ്യൂസിനാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടോ. സ്കിന്നൊന്ന് ഗ്ലോ ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണെന്നാണ് പറഞ്ഞ് ഞാനിപ്പോൾ റീസെൻ്റ്ലി യൂസ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പുറത്ത് ഞാനിത് ഒരു സെറം അപ്ലൈ ചെയ്തിട്ടുണ്ട്. സെറം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്കിന്നിന് ആപ്റ്റ് ആയത് നമ്മൾ തന്നെ ചൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 2% കോജിക് ആസിഡ് സെറമാണ് യൂസ് ചെയ്തത്, ഡെർമാക്കോയുടെ. ഓക്കെ, അതിൻ്റെയൊക്കെ റിവ്യൂ ഞാൻ എൻ്റെ വീഡിയോസിൽ ചെയ്യാറുണ്ട് കേട്ടോ. അതിനുശേഷം ഇതൊക്കെ ഒന്ന് ഡ്രൈ ആവുമ്പോൾ 2 മിനിറ്റ്സ് കൊടുക്കണം കേട്ടോ. അതിനുശേഷം ലാസ്റ്റ് ഞാനൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതും ഡെർമാക്കോയുടെ മോയ്സ്ചറൈസറാണ്. എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ സ്കിന്നിന് ആപ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതാ മോയ്സ്ചറൈസർ തേച്ച് ഞാനിതെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് സ്കിന്നിനായിട്ടുള്ളത് രാത്രി ചെയ്യുന്നത് കേട്ടോ. പിന്നെ എപ്പോഴെങ്കിലും സ്കിന്നിന് എന്തെങ്കിലും കുറച്ചൊന്ന് പിഗ്മെൻറ്റേഷൻ അധികം തോന്നുമ്പോൾ അല്ലെങ്കിൽ കുറച്ചൊന്ന് ബ്രൈറ്റ് ആവണം തോന്നുമ്പോൾ അപ്പോഴൊക്കെ സെറം ഒന്ന് മാറ്റി കൊടുക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ലാസ്റ്റ് ഇതാ ഞാൻ നമ്മുടെ ലിപ് ബാം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതും ഡെർമാക്കോയുടെ ലിപ് ബാം തന്നെയാണ് കേട്ടോ. പിന്നെ എപ്പോഴും മനസ്സിലാക്കേണ്ടത് സ്കിന്നിൻ്റെ ഹെൽത്തിനെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം പെട്ടെന്ന് തന്നെ ഒന്നും റിസൾട്ട് കിട്ടില്ല. നമ്മൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുമ്പോഴുള്ളൂ ഒരു പ്രൊഡക്റ്റിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ എന്തായാലും സ്കിൻ കെയർ ഒക്കെ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് ശീലിച്ചോളൂ കേട്ടോ. സ്കിന്നിൻ്റെ ഹെൽത്തിന് നല്ലതാണ്. രാവിലെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്ത് ഞാൻ സൺസ്ക്രീനും കൂടി അപ്ലൈ ചെയ്യും. രാത്രി ആയതുകൊണ്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നില്ല. പിന്നെ നല്ല വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് മോയ്സ്ചറൈസർ കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് നാളെ തന്നെ വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.